വശമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഗിയർ. ഹലോ ഗൈസ്, റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിരിക്കുകയാണ്. കിയ സെൽറ്റോസ് HDX+ വേരിയൻ്റാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഗൈസ്, വണ്ടിയുടെ പെർഫോമൻസും മൈലേജ്, വണ്ടിയുടെ നോർമലി HD എടുക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി വണ്ടിയാണ്. ഏകദേശം നമ്മൾ ഇപ്പം 4 ദിവസത്തെ വണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ ചെറിയ റിവ്യൂടെ കാര്യങ്ങളായിരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എനിക്ക് വണ്ടിയെക്കുറിച്ച് കിയ കണക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമ്മുടെ ബിബിൻ ബ്രോ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി. ബ്രോ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? പൊളിയാണോ? ഓട്ടോമാറ്റിക്കിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓട്ടോമാറ്റിക് മടുപ്പല്ലേ? മാനുവൽ ഓടിച്ച് ഓട്ടോമാറ്റിക് ഓടിച്ച് കഴിയുമ്പം. പക്ഷെ എനിക്കും ആദ്യം ഓട്ടോമാറ്റിക് ഓടിച്ച സമയത്ത് ഭയങ്കര മടുപ്പല്ല, തപ്പലായിരുന്നു ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട്. നമ്മുടെ ഒരു അടിപൊളി സൺറൂഫാണ് ഈ വണ്ടിക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഗൈസ്. കിടു സൺറൂഫ് ചെയ്തേക്കുന്നത്. സൺറൂഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു പനോരമിക് സൺറൂഫ് തന്നെ. വലിയൊരു സൺറൂഫാണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത്. കിയ സെൽറ്റോസിൽ കിയ കൊടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ ബാക്ക് സീറ്റൊക്കെ നോക്കി, അതിഗംഭീരമാണ്. സീറ്റൊക്കെ ലെതർ ഫാബ്രിക്കാണ്, ഫുള്ള് ബീച്ച് കളറിൽ ലെതർ ഫാബ്രിക്കാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു വിൻഡോ കർട്ടൺ ഓൾറെഡി കമ്പനി തന്നെ കിയ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമാണ്. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. പക്ഷെ അവിടെ ബീച്ച് കളറിലാണ് എൻ്റെ ഡിസൈൻ വന്നത് ഇൻറ്റീരിയൽ. ഓക്കെ, പിന്നെ ഇത് ഡ്രൈവ് മോഡ് അല്ല, ഇപ്പം എക്കോ മോഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്പോർട്ട് മോഡ് അത് പിന്നെ കാണിച്ചു തരാം. പനോരമിക് സൺറൂഫ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഭയങ്കര നൊസ്റ്റാളജിക്കൽ ഫീലായിരിക്കും. കാര്യം മഴയൊക്കെ വന്ന് സൺറൂഫിലോട്ട് വന്ന് വീഴുമ്പോൾ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു മൂഡൊക്കെ ഉണ്ടല്ലോ, അതൊരു വേറൊരു ഫീലിംഗ് ആയിരിക്കും. പറഞ്ഞറിയിക്കാനുള്ളതൊരു ഫീലായിരിക്കും ഗൈസ്. നമുക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാകുന്നൊരു വണ്ടി അത് നഷ്ടപ്പെട്ടത് നമുക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുത്താണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടാകുന്ന കാര്യം നമുക്ക് മനസ്സിൽ നമുക്ക് വണ്ടിയില്ലാതെ ഞാൻ ഓൾറെഡി പറയാം, നമുക്ക് വണ്ടിയില്ലാതെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമൊക്കെയാണ്. വണ്ടി എടുത്തു, അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വണ്ടി നല്ല ടോപ്പ് വണ്ടി എടുത്തേക്കാം നമ്മൾ. കിയയുടെ തന്നെ ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന വണ്ടിയാണ് കിയ സെൽറ്റോസ്. കിയയുടെ നല്ല ബ്രാൻഡ്, കുറേ ബ്രാൻഡ് കമ്പനിയായ ബ്രാൻഡ് വണ്ടി വരുന്നുണ്ട് ബ്രാൻഡായിട്ടുള്ള. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്ന അവനെ കൊണ്ട് വണ്ടി ഓടിക്കുന്നത് നാളെ ഒരു എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച് വീഡിയോ എടുക്കുന്നത് വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊളിയാ കൈസ്. നമ്മളങ്ങനെ തൂക്കി കൊടുക്കുന്ന ആളല്ല, നമ്മൾ പൊളിയാ. നമ്മളെ വീണ്ടും ചങ്ക നമ്മളെ കൂടുതലുണ്ട്. ഇപ്പോൾ
ഓൾറെഡി പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഞാൻ കൂട്ടുകാർ കാണും നമുക്ക് ഒരു സ്പോർട്ടി സ്റ്റൈൽ സ്റ്റീറിംഗ് ആണ്. സ്പോർട്ടി സ്റ്റൈൽ സ്റ്റീറിംഗ് ആണ്. അത് സെൽറ്റോസിന്റെ ബാഡ്ജിങ് ഉണ്ട് അതിൽ. ചെറിയ സ്റ്റീറിംഗ് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര സ്മൂത്തും ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മൂത്ത് ആവും വണ്ടി. അപ്പോൾ ഈ സ്റ്റീറിംഗ് കൈവച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഒരു സാധനത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ വണ്ടി ഡ്രൈവിങ്ങിന് ഭയങ്കര ഒരു നല്ലൊരു കംഫർട്ടബിൾ ആണ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഓൾ ഓവർ വണ്ടി അവർ കിയ നമുക്ക് സെൽറ്റോസ് തന്നേക്കുന്നത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും യൂട്യൂബിൽ വീഡിയോസും കണ്ടിട്ടാണ് ഈ വണ്ടി ചൂസ് ചെയ്യുന്നത്. കാര്യം ചിലവർ ഹുണ്ടായിക്ക് സപ്പോർട്ട് പറയുന്നുണ്ട്, ചിലവർ കിയ സെൽറ്റോസിന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു കിയ ആണ് ഇപ്പം ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് കിയ ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കിയയെ തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പോട്ടെ, കാല് കൊടുക്കട്ടെ, കാല് കൊടു. അത് തന്നെ കൊടുക്ക്, പോട്ടെ ഗൈസ്. അപ്പം നമ്മൾ സ്പോർട്ട് മോഡിലാണ് വണ്ടി ഇപ്പം ഇട്ടേക്കുന്നത്. സ്പോർട്സ് മോഡാണ് വണ്ടി ഗൈസ്. സ്പോർട്ട് മോഡിലാണ്. പക്ഷെ ഇതൊന്നും ഹൈവേ അല്ല വണ്ടി, അതുകൊണ്ട് കൊളുത്തി പോകാൻ പറ്റത്തില്ല. നമ്മൾ സ്പോർട്സ് മോഡിൽ വണ്ടി ഇടുവാണ്. ആണ് പോയ പോക്കി അപ്പുറത്ത് പോയിട്ട് യൂട്ടേൺ ചെയ്താൽ മതി. സെൽറ്റോസിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ ടോൺ AC ആണ് വന്നിരിക്കുന്നത്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും രണ്ടുപേർക്കും കോ പാസഞ്ചറിനും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് തണുപ്പ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഇതിൽ നമുക്ക് കിയ സെൽറ്റോസ് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അതൊരു നല്ല. പിന്നെ വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് ഇതാണ്. നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് ടൈമിൽ ടയർഡായിട്ട് ബാക്ക് സൈഡൊക്കെ ഹീറ്റാന്ന് തുടങ്ങി കഴിഞ്ഞാൽ വെന്റിലേറ്റർ സീറ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ നോബ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഡ്രൈവ് മോഡിൻ്റെ മോഡാണ് ഇത്. പിന്നെ ഇത് ഫ്രണ്ട് ബമ്പറിൻ്റെ പാർക്കിംഗ് സെൻസറിൻ്റെ ആണ് ഈ ഒരു സ്വിച്ച്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പോർട്ട് വന്നിട്ടുണ്ട്. അത് ഇത്തിരി ഉള്ളിലോട്ടാണ് കയറിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫോൺ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫോൺ കാണാൻ മേലാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ USB പോർട്ടുണ്ട്, ഒരു ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടാണ്. പിന്നെ ഓൾറെഡി ഓൾ ഓവർ വണ്ടി ഇതുണ്ടോ നല്ലൊരു ഡിസൈനിലാണ് AC വെന്റ് കൊടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ നമ്മുടെ എക്കോ മോഡിൻ്റെ തീം ഒരു 3-4 തീമുണ്ട് വണ്ടിക്ക് അത് ഓൾറെഡി. അപ്പോൾ ആ തീമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. പിയാനോ ബ്ലാക്കിലാണ് നമ്മുടെ ഹാൻഡിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഇതുണ്ടോ ബ്ലാക്ക് ഫിനിഷ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി 2023 മാനുഫാക്ചർ വണ്ടിയാണ് ഗൈസ്. ഇപ്പം നോർമൽ മോഡിലാണ് ഗൈസ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എക്കോ മോഡിലോട്ട് മാറ്റാം. എക്കോ മോഡിൽ വരുമ്പോഴത്തേന് വണ്ടി ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് മോഡാണ് വണ്ടി. ഇതാണ് വണ്ടി കുതിക്കുന്നുണ്ട്. എക്കോസ് മോഡിൽ വരുമ്പോഴത്തേന് വണ്ടി കൊണ്ട് പറക്കാവും. വണ്ടി കുതിക്കുക വണ്ടി. അതാണ് എക്കോ മോഡ്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൽ വണ്ടി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്കോ മോഡാക്കാം. സ്പോർട്സ് മോഡിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയും വണ്ടിക്ക്. പിന്നെ നോർമൽ മോഡിലാണ് നമുക്ക് മൈലേജ്. എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് മൈലേജ് കിട്ടും നോർമലായിട്ട്. വണ്ടി സ്പോർട്സ് മോഡിൽ വേണ്ട വണ്ടി ഹൈവേയിലൊക്കെ ആണെങ്കിൽ സ്പോർട്സ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് ടൈം കുറയ്ക്കാൻ പറ്റും. വണ്ടി നല്ല പവറായിട്ട് പോകും. പിന്നെ റിവ്യൂ ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയാണ് റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ റിവ്യൂവർ അല്ല ഗൈസ്. എപ്പോഴും വണ്ടിയുടെ ഇനി ഒരു മാസം ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വണ്ടിയുടെ കറക്റ്റായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. വണ്ടിയെക്കുറിച്ച് അത്ര പരിചയമില്ലല്ലോ. എന്തായാലും ഓൾ ഓവർ വണ്ടി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ രണ്ട് വണ്ടിയാണ് നോക്കിയിരുന്നത്. രണ്ട് വണ്ടിയിൽ ഒരെണ്ണം ക്രെറ്റ ആയിരുന്നു നോക്കിയിരുന്നത്. എല്ലാം ഫൈനൽ ചെയ്തത് നമ്മൾ സെൽറ്റോസ് ആണ് എടുത്തത്. അപ്പം വണ്ടിയുടെ ഓൺ റോഡ് വിലയൊക്കെ നമ്മളിപ്പം പറഞ്ഞില്ലേ അത്രയും പ്രൈസ് ആവുന്നുണ്ട് വണ്ടിക്ക്.
ചില ആൾക്കാർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ സഹിക്കും. സെക്കൻഡ് ഹാൻഡ് എടുത്താലും പുതിയ എടുത്താലും നമ്മളല്ലേ വണ്ടി ഉപയോഗിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. ഓക്കെ, ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി 2023 മാനുഫാക്ചർ, 2024 ഇതൊഴിവോട്ടെ, 2024 രജിസ്ട്രേഷൻ. അതായത് ഇപ്പം നവംബറിലാണ് എൻ്റെ വണ്ടി നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടി രജിസ്ട്രേഷൻ ചെയ്തത് 2024 ഗൈസ്. അപ്പം 2024 ഇപ്പം 2023 വണ്ടി ഞാൻ മാനുഫാക്ചർ വണ്ടി എടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറിൽ കിട്ടിയ വണ്ടിയാണ്. അപ്പം ഒരു 3 ലക്ഷം രൂപയുള്ള ഓഫർ ഉണ്ടായിരുന്നു വണ്ടിക്ക്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 24 ലക്ഷം രൂപയാണ്. HDX പ്ലസിന് 24 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഗൈസ്. അപ്പം നമുക്ക് 21,50,000 രൂപ വണ്ടി ഓൺ റോഡ്. ഓക്കെ, പിന്നെ വണ്ടി ഓൾറെഡി എനിക്ക് ഈ വണ്ടി തന്നെ വലിയ ഈ വണ്ടിയിൽ ഫ്യൂച്ചർ തന്നെ എനിക്ക് ഒരുപാട് ധാരാളമായിട്ട് തോന്നുന്നു. കാര്യം ഇത് തന്നെ കൂടുതൽ എനിക്ക് എല്ലാം ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇത് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും ലോക്കായോ. ഒരു ദിവസം തന്നെ വണ്ടി ഓടിച്ചിട്ട് സ്പോർട്ട് മോഡിൽ കിടന്നിട്ട് വണ്ടി സ്ലോ ആയിട്ട് പോവുക. അപ്പം ഞാൻ നോക്കി വണ്ടി സ്ലോ ആയിരുന്നു, എന്ത് പറ്റുന്നു. അപ്പം അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് വണ്ടി എന്തോ ഇതായത്. പക്ഷെ വണ്ടി ഹൈ സ്പീഡിൽ പോകുമ്പോൾ മാത്രമേ സ്പോർട്ട് മോഡിൽ കഴിഞ്ഞാൽ വണ്ടി അതിൻ്റെതായ പെർഫോമൻസ് കാണിക്കുകയുള്ളൂ. അപ്പം അതിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ പഠിച്ചിട്ട് നമുക്ക് ഈ വണ്ടി, അതായത് അറിയാൻ മേലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് മാനുവൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് ചാടി ഓട്ടോമാറ്റിക്കിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും വരും. അപ്പം അതിൻ്റെതായ കുറവുകളൊക്കെ എനിക്കുണ്ട്. നമുക്ക് അത്രയ്ക്ക് അറിവില്ലല്ലോ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളും പുതിയതായിട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് ഇതുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് കെയർ ആയിട്ടിരിക്കുക. പുതിയ ആളാണെങ്കിൽ, അതായത് ഇന്നിപ്പോൾ ഒരു ദിവസം ഓടിച്ചെന്ന് പറഞ്ഞ നാളെ ആ ക്ലച്ചാന്ന് പറഞ്ഞ് ബ്രേക്കിലോട്ട് കാലെടുത്ത് ചവിട്ടാൻ പറ്റുന്നില്ല, ചവിട്ടും, നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം നേരെ നമ്മുടെ കോടിയമത പാലത്തിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ കിയ പൊളിയാ കേട്ടോ, കിയ പൊളിയല്ലേ പിന്നെ